ഈ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? തൃശൂലില്ല, ആ നാഗരാണിയെയും കാണുന്നില്ല. അവരെ ഇടയ്ക്കിങ്ങനെ കാണാതാകുന്നു, പിന്നെ എപ്പോഴോ വീട്ടിലേക്ക് തിരിച്ചു വരും. ഇതിന്റെ അർത്ഥം എന്താണ്? ദണ്ഡപാണി മരിച്ചെന്ന് നാഗരാണിക്ക് മനസ്സിലായിട്ടുണ്ട്. തൃശൂൽ, നീ എവിടെ പോയതാ? ശിവാനി പുറത്തു വരുന്നു, അതുകൊണ്ട് എന്നിട്ട് ശിവാനി എവിടെ? അത് അവളെ വേണ്ടപ്പെട്ട ആർക്കോ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവളുടെ കൂടെ ഞാനും പോയതാ. ശിവാനിയുടെ വീട്ടുകാരെന്ന് വെച്ചാൽ അവളുടെ അമ്മാവനും അമ്മായിയോ? അവരിവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് അകലെയുള്ള ബന്ധുക്കളാ. എവിടെയാണിപ്പോ? അവർ ഹോസ്പിറ്റലിലുണ്ട്. അവരുടെ റിലേറ്റീവ് ആരും നാട്ടിലില്ല, ഫോറിനിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്ന ഒരു ഹോസ്പിറ്റലാണ്. എനിക്കും അതറിയില്ല, ഞാനിങ്ങ് പോന്നു. അപ്പോ അവരിപ്പോ ഇങ്ങോട്ട് വരില്ല? ഇല്ല, ലേറ്റ് ആവും. നീയും അവരുടെ കൂടെ നിൽക്കാറുണ്ടോ? സ്വാമിജി വേണ്ടെന്ന് പറഞ്ഞു. സ്വാമിജിയോ? എന്ന് വെച്ചാ ഡോക്ടർ സ്വാമി, ഡോക്ടർ നാരായണ സ്വാമി. എന്നാ ശരി. മറ്റെന്തോ സംഭവിക്കുകയാണ്. ഇവൻ എന്റെ കൂട്ടുകാരെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. അവളാണെങ്കിൽ ഈ വീട്ടിലുമില്ല. ആ വീട്ടുകാർക്ക് സുഖമില്ല എന്ന് പറഞ്ഞതൊക്കെ ഇവൻ കാണിക്കുന്ന നാടകമാ. ഏതായാലും ഈ കാര്യങ്ങള് ഗുരുക്കളോടൊന്ന് പറയാം. തൃശൂൽ, എന്തു പറ്റി? നീ അവളെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കാണല്ലോ നീ വന്നത്. അവളെന്തിയടാ? അമ്മേ, അത് അപ്പോ നീ അവളെ കണ്ടില്ലെന്നാണോ പറയുന്നേ? അതോ നീ അവളെ തിരക്കാൻ പോയില്ലെന്നോ? ചുമ്മാ തോന്നുപോലെ കാണിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ തിരിച്ചു വന്നിരിക്കുകയാണോ? അല്ലമ്മേ, എന്താ സംഭവിച്ചെന്ന് വെച്ചാ ഞാനവള് ഒരുപാട് അന്വേഷിച്ചതാ. പക്ഷെ അവൾ ഇവിടെയും കാണുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ സ്വാമിജി ഇവിടെ നിന്ന് എന്റെ മുന്നേ വന്നിട്ട് അവൾക്കൊന്നും സംഭവിക്കില്ല, അവള് സുഖമായിട്ടിരിക്കും, തിരിച്ച് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അവിടെ വന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് പോന്നു. അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ അപ്പൊ തന്നെ തിരിച്ചു വന്നോ? നിനക്ക് അയാൾ പറയുന്നതാണോ പ്രധാനം, അതോ നിന്റെ കടമയാണോ പ്രധാനം? അതെ അമ്മ, എനിക്ക് എന്റെ ഉത്തരവാദിത്വം തന്നെ പ്രധാനം. പക്ഷെ സ്വാമിജി അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ആ വാക്കുകൾ എതിർത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ തിരികെ പോകുന്നത്. എന്ന് കരുതി നീ തിരിച്ചിങ്ങ് വന്നു. പ്രശ്നത്തിലായിരിക്കുന്നത് ശൈലുവാണ്. സ്വാമികൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ വെറുതെ ഇങ്ങ് പോന്നോ? ആ ശൈലു ഏത് അവസ്ഥയിലാണെന്നുള്ള കാര്യം നീ ചിന്തിച്ചിട്ടുണ്ടോ? അമ്മേ, ഞാൻ അമ്മയുടെ മോനാണെന്ന് അറിയാലോ. ലക്ഷ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം അറിയുന്നവനാണ്. ഒരു പെണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെന്ന് അറിഞ്ഞാൽ വെറുതെ നിൽക്കുന്ന ആളാണോ ഞാൻ? അപ്പൊ പിന്നെ ഞാൻ താലി കെട്ടിയ പെണ്ണിന് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? എന്നാൽ നീ ഇന്ന് വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് തൃശൂൽ. ഞാൻ പോയാൽ ശരിയാവില്ലെന്ന് സ്വാമിജി എന്നോട് പറഞ്ഞേ. അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ വേറെന്താ ചെയ്യേണ്ടത്? അമ്മേ, അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളും അതേപോലെ സംഭവിച്ചിട്ടില്ലേ അമ്മേ? അങ്ങനെ ഒരാൾ എന്നോട് വേണ്ട എന്ന് പറയുമ്പോ അതനുസരിക്കാതിരിക്കുന്നതല്ലേ തെറ്റ്? സ്വാമികളെ അനുസരിച്ചതിൽ യാതൊരു തെറ്റുമില്ല മോനെ. എന്നാൽ നീ ശൈലുവിനെ വിട്ടിട്ട് വന്നത് വലിയൊരു തെറ്റായി പോയി. പാവം ശൈലു എവിടെയാണോ, ഏത് അവസ്ഥയിലാണോ എന്തോ. എന്താ ഇവിടെ സംഭവിച്ചത്? എല്ലാം ഒരു മായാജാലം പോലെ തോന്നുക. അല്ല, ഞാനെന്തിനാ ഇവരൊക്കെ കൊന്നത്? അത്രയും ശക്തി എനിക്ക് എവിടെന്നാ കിട്ടിയത്? അയ്യോ, ഇങ്ങനെയൊക്കെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ എന്റെ ജീവിതത്തിൽ നടക്കാണല്ലോ. ഈ കിടക്കുന്നവൻ ആരാ? ഇവൻ എന്തിനാ അമ്മാവനെ അമ്മായിയും കിഡ്നാപ്പ് ചെയ്തിട്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എനിക്കും ഇവനും എന്ത് ബന്ധമുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പോലീസ് അങ്ങ് വരുവാണെങ്കിൽ ഇനി എന്തൊക്കെ കേസാണോ എന്റെ തലയിലേക്ക് വരാൻ പോകുന്നത്? ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടണം. അല്ല, ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അമ്മാവനെ അമ്മായി രക്ഷിക്കാനല്ലേ? എവിടെയാ അവര്? അമ്മായി, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ശൈലു മോളെ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ? എന്താ മോളെ പുറത്തൊരു ശബ്ദം കേട്ടെ? എന്താ പറ്റിയേ? അവരൊക്കെ മരിച്ചു പോയെന്നോ? എങ്ങനെ? അയ്യോ, അതൊന്നും വിശദീകരിക്കാനുള്ള സമയമില്ല ഇപ്പൊ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. പിന്നെ ഇവിടെ നടന്നതൊന്നും വേറെ ആരോടും പറയണ്ട. വാ, പെട്ടെന്ന്. നഞ്ചുടേശ്വര, മഞ്ജുനാഥേശ്വര, എന്താണിത് നിന്റെ മായ?
എന്താണ് അവളുടെ ഛായ? എന്താണ് ഈ പറയുന്നത്? സത്യം അറിഞ്ഞു എന്ന കാരണത്താൽ എല്ലാ സത്യവും അറിഞ്ഞു എന്നല്ല. മായാ മോഹനന്ദീശ്വര, അവൾ തന്നെയാണോ ഇവൾ? ഇവളാണോ അവൾ? അതോ അവൾ തന്നെയാണോ ഇവൾ? ഇവളുടെ നിഴലാണോ അവൾ? അതോ അവളുടെ നിഴലാണോ ഇവൾ? എന്തിനാണ് ഈ വൈചിത്ര്യം? പൂർണ്ണ സത്യം അടുത്ത പൂർണ്ണചന്ദ്രൻ വരുന്ന ദിവസത്തേക്ക് വരെ ഹരഹര മഹാദേവ, സകല ജീവകോടി രാശിക്കാർക്കും ജീവൻ തന്ന പരമാത്മാവാണ് നീ. സകല സർപ്പങ്ങൾക്കും അഭയം നൽകുന്നവനാണ് നീ. നീ മറച്ചുവെച്ച സത്യത്തിനെ പുറത്തെടുത്തു നോക്കുന്ന ദിവസം എന്നാണെന്നോ മഹാദേവ? ശിവാനി, എന്താ എന്താ പറ്റി ശിവാനി? എന്താ ഇവിടെ ഇരിക്കുന്ന നീ? കാര്യം എന്താണെന്ന് പറയും. അല്ല, നീ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നെ? അത് അത് തൃശൂൽ എന്താ പറ്റിയെന്ന് വെച്ചാ? സംഭവിച്ച കാര്യം എന്താണെന്ന് പറയേ. എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാത്ത നടന്ന കാര്യം എന്താന്ന് വെച്ചാ പറയും. ഇല്ലല്ലോ, എനിക്കൊരു ടെൻഷനും ഇല്ല. അത് സ്റ്റെയർ ഓടിക്കേറി വന്നതുകൊണ്ട് കിതപ്പ് തോന്നുന്നതാ, വേറൊന്നുമില്ല. നീ ആരെ കാണാൻ വേണ്ടിയാ പോയത്? എന്തിനാണ് പോയത്? ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. നീ പോയ കാര്യം നടന്നോ? പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? എല്ലാം സോൾവ് ആയി. അല്ല, എന്തോ നിന്നെ കണ്ടിട്ട് ആകെ പേടിച്ച് വിറയ്ക്കുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അത് തൃശൂൽ. സാരമില്ല, നിനക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ അത് വിട്ടേക്ക്. തോന്നാണെങ്കിൽ പറഞ്ഞാൽ മതി. തൽക്കാലം പോയി റെസ്റ്റ് എടുക്കും. നടന്ന കാര്യങ്ങളൊക്കെ ഇവനോട് പറഞ്ഞ ഇവനത് വിശ്വസിക്കോ? ഞാൻ കൊന്നിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കറിയില്ല. എന്റെ ദൈവമേ, എന്തൊരു മഹാപാപം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഹലോ, ആരാ? തൃശൂർ സാർ, ഞാൻ ദേവനാ. എന്താ ദേവ? നിങ്ങളുടെ അച്ഛന്റെ കൂട്ടുകാരെ പറ്റി അറിഞ്ഞാൽ പറയാൻ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞായിരുന്നു ഞാൻ. എന്താ, എന്തെങ്കിലും അറിഞ്ഞോ? അതിനെക്കുറിച്ച് പറയാനാ. കൂട്ടുകാരിൽ ഒരാൾ ഇതാ ഇവിടെ കനകദുർഗയിലുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയോ? അതെ, നിങ്ങളുടെ അച്ഛന്റെ കൂട്ടുകാരിലെല്ലാവരും മരിച്ചു, ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിരുന്നില്ലേ? അയാൾ എവിടെയുള്ളത്? എവിടെ അയാളിപ്പോ ഉള്ളത്? അയാളിപ്പോ ഇവിടെ നിങ്ങളുടെ ഫാം ഹൗസിലുണ്ട്. കുറച്ചു ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്നാ തോന്നുന്നത്. മോസ്റ്റ്ലി ഇപ്പൊ വന്നാൽ ആളെ കാണാൻ പറ്റും. ശരി ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. ശരി, ഓക്കെ സാർ, വേഗം വരണേ. അച്ഛന്റെ കൂട്ടുകാരിൽ നിന്ന് എല്ലാ കാര്യങ്ങളും എനിക്കറിയണം. ഇപ്പൊ തന്നെ അവിടേക്ക് പോവാം. വിശകണ്ട, എങ്ങോട്ട് പോയി ഇവൻ? എത്രയും പെട്ടെന്ന് ഗുരുക്കള് തന്ന ഈ ചരട് അവന്റെ കൈ കെട്ടിയ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. വിശകണ്ട, എടാ മഞ്ജു, എന്താ ഉണ്ടായത്? സാറേ, അത് നമസ്കാരം സാർ. നമസ്കാരം. ഇത് എന്താ സംഭവിച്ചേ? ആരാ ഇവരെല്ലാം? അറിയില്ല, എല്ലാവരും മരിച്ചുപോയി.
എടാ മഞ്ജു, ഇതെങ്ങനെയാ ഇവിടെ സംഭവിച്ചത്? സാറേ അത് പിന്നെ ഇന്നലെ ആഹാരം ഉണ്ടാക്കിയതിന് ശേഷം പോയൊരു സിനിമ കണ്ടോളാൻ പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. അതിനുശേഷം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല സാർ. വേറെ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? അറിയത്തില്ല സാർ. പോകുമ്പോൾ CCTV എല്ലാം ഓഫ് ചെയ്യാൻ എന്നോട് പറഞ്ഞിരുന്നു സാർ. അതുകൊണ്ട് ഞാൻ അതെല്ലാം ഓഫ് ചെയ്തിട്ടാണ് പോയത്. ഇൻസ്പെക്ടർ, ഇവരുടെ എല്ലാം മരണകാരണം എന്തായിരിക്കും? മനസ്സിലാവുന്നില്ല സർ. ഇവരുടെ ശരീരം കറുത്ത് കിടക്കുന്നതുകൊണ്ട് മിന്നലേറ്റുന്നാ തോന്നുന്നത്. ഒരു ശരീരം മാത്രം നീല നിറത്തിലാണ് കാണുന്നത്. അയാൾക്ക് പാമ്പുകടി ഏറ്റതായിരിക്കും. എല്ലാവരും ഒരേ സമയത്താണ് മരിച്ചിരിക്കുന്നത്. എന്താ സംഭവിച്ചെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. മരണകാരണം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയേ പറ്റൂ. കൂട്ടത്തിലുള്ള ഒരാൾ പോലും ജീവനോടെ ഇല്ല എന്ന് പറയുമ്പോൾ ആ നാഗരാണി വന്ന് എല്ലാരെയും കൊന്നതായിരിക്കുമോ? സർ, നിങ്ങളും ഇപ്പോൾ പോകാൻ പാടില്ല. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് തരണം എനിക്ക്. ആ ഷുവർ. തൃശൂർ, നീ എന്താ ഇവിടെ? അച്ഛൻ്റെ കൂട്ടുകാരെ അന്വേഷിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അവരിവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാ. നിങ്ങളെന്താ ഇവിടെ? അത് ഫാം ഹൗസിലേക്ക് വന്നിട്ട് കുറച്ചു കാലം ആയല്ലോ. അതുകൊണ്ടൊന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അച്ഛൻ്റെ ഫ്രണ്ട്സിന് ആരെങ്കിലും കണ്ടായിരുന്നോ? ആ. ആണോ? എവിടെ? അവിടെയുണ്ട്. ശൈലു, വേണ്ട, ഇവിടെ നിക്കണ്ട. നമുക്ക് തിരിച്ചു പോകാം. ഇതൊരു നാശം പിടിച്ച സ്ഥല. ഇവിടെ നിന്ന മരണം ഉറപ്പാ. എന്തായി തീരുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മുടെ ചുറ്റും പ്രശ്നങ്ങളാണോ അതോ നമ്മളെ ചുറ്റി പ്രശ്നങ്ങളാണോ ഒന്നും മനസ്സിലാകുന്നില്ല. നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞത് സത്യ. പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞതും സത്യ. എന്നാൽ ഇപ്പോ ആ പ്രശ്നങ്ങൾ തന്നെ നമ്മളെ മരണത്തിലെത്തിക്കും. ഞങ്ങൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അത് ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കും. നിനക്ക് വേണ്ടി എന്ത് സഹിക്കേണ്ടി വന്നാലും ഞങ്ങളത് പുണ്യമായിട്ടേ കരുതുന്നുള്ളൂ. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. വേണ്ട മോളെ, നമ്മുടെ ജീവിതം നമുക്ക് നോക്കണം. നമുക്ക് തിരിച്ചു നാട്ടിലേക്ക് പോവാം. ഇതിനു മുമ്പ് പല തവണ ഈ വീട് വിട്ടുപോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇവിടെ തന്നെ തിരിച്ചു വന്നു. ഇനി അത്തരത്തിലൊന്നും സംഭവിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം മോളെ. വാ മോളെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പോവാം, പക്ഷെ ഞാൻ വരുന്നില്ല. നീ വരുന്നില്ലെന്നോ? എന്തിനാ ഈ വാശി? ഞാൻ വാശി പിടിക്കുന്നതല്ല, സത്യം പറഞ്ഞതാ. എനിക്ക് വീട്ടിൽ നിന്നോ ഇവിടെ ഉള്ളവരിൽ നിന്നോ അകന്നു നിൽക്കാൻ കഴിയില്ല. എന്റെ ജീവിതവും മരണവും ഏതായാലും അത് ഈ വീട്ടിൽ തന്നെ ആയിരിക്കും. എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ കിടന്ന് മരിക്കാൻ ഇത് നിന്റെ ഭർത്താവിന്റെ വീടല്ല. ഇത് സത്യത്തില് എന്റെ ഭർത്താവിന്റെ വീടാ. തൃശൂൽ എന്റെ ഭർത്താവാ. കഴുത്തി കിടക്കുന്ന ഈ താലി തൃശൂൽ എനിക്ക് കെട്ടിത്തന്നതാ. എന്തൊക്കെയാ നീ പറയുന്നത് മോളെ? സത്യാണ്. അന്ന് പൂജ നടന്ന ദിവസം ആ രാത്രി എന്റെയും തൃശൂലിന്റെയും കല്യാണം കഴിഞ്ഞു. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? കല്യാണം എന്ന് പറഞ്ഞ കുട്ടികളിയാണോ? കല്യാണത്തിനൊരു തീരുമാനവും തയ്യാറെടുപ്പൊക്കെ വേണ്ടേ? ഇതിപ്പോ ഇങ്ങനെ എടുത്തിയാടി കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാ നിനക്കെന്താ ബോധമില്ലേ? ഞങ്ങൾ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയോ? ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് ഞങ്ങളോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? ഇതിന്റെയൊക്കെ അർത്ഥം നിന്റെ മനസ്സിൽ ഞങ്ങൾ ഇല്ലാന്നല്ലേ? എന്താണ് ഇതിന്റെ കാരണം? എന്തുകൊണ്ട് ഇങ്ങനെ ആയത്? എനിക്ക് അവനോട് എന്താ ഇത്രയും സ്നേഹം തോന്നാൻ? ഇത്രയും നാളും 00 എന്ന് വിളിച്ചു നടന്നിട്ട് ഇപ്പൊ അവൻ എന്റെ ജീവിതത്തിലെ ഹീറോ ആയി മാറിയത്. ഇതിനൊന്നും എനിക്ക് മറുപടി തരാനില്ല. ഒരു കാര്യം മാത്രം എനിക്കറിയൂ, ഞാൻ ചെയ്തത് തികച്ചും ശരിയാണ്, അത്ര തന്നെ. അപ്പൊ പിന്നെ നീ ഇനി അങ്ങോട്ട് ഞാൻ ജീവിക്കാനുള്ളത് ഈ വീട്ടിലാണ്. ഇനിയും ഒരുപാട് കടമകളും കർത്തവ്യങ്ങളും എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതാണ് സത്യം.
പക്ഷെ ഒരു കാര്യം, നമ്മൾ ഫാം ഹൗസിലേക്ക് പോയ കാര്യം ഇവിടെ ആരോടും പറയണ്ട. തൃശ്ശൂലത് അറിഞ്ഞു കഴിഞ്ഞാ വല്ലാതെ ടെൻഷൻ ആവാതാ. ആയിക്കോട്ടെ, എന്നാലും നീ അവനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ കാര്യം എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എനിക്കും അതെ. ഇൻസ്പെക്ടർ, എന്താ ഇത്? അത് തൃശൂൽ. ഇവിടെ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. എന്താ ഏതാന്ന് നോക്കാൻ വന്നപ്പോ ഇവിടെ ഇങ്ങനെ 3-4 ബോഡി കണ്ടു. നീയും ഈ കാര്യം അറിഞ്ഞു വന്നാണെന്നാ ഞാൻ കരുതി. അല്ല, ഞങ്ങളുടെ റിസോർട്ടില് ഇങ്ങനെ ഒരാൾ മരിച്ചു കിടക്കണമെന്ന് പറഞ്ഞ എന്താ അർത്ഥം? അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നീ വാ. അങ്ങനെ വെറുതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. ആരാ ഇത്? ഇത് അച്ഛന്റെ ഫ്രണ്ടല്ലേ? ഇൻസ്പെക്ടർ, ഇവരൊക്കെ മരിച്ചത് എങ്ങനെയാ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. ശിവേട്ടാ, ആംബുലൻസ് വിളിച്ചോ? എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വേണമെന്ന് വിചാരിച്ച് വരുമ്പോഴെല്ലാം അച്ഛന്റെ ഫ്രണ്ട്സൊക്കെ ഓരോരുത്തരായിട്ട് മരിക്കുകയാണല്ലോ. ഇതിനൊക്കെ അർത്ഥം എന്താ? അന്ന് ഭൂപതിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ശൈലുവിനെ ശല്യം ചെയ്യാൻ പോയിട്ട് അവൻ തന്നെ അന്ന് മരിച്ചില്ലേ? സംഭവിച്ചെന്താന്ന് ചോദിച്ചപ്പോൾ അവൾക്കൊന്നും ഓർമ്മയില്ലെന്നും പറഞ്ഞു. ഇന്ന് നോക്കുമ്പോ വിഷകണ്ഠനും അതേ അവസ്ഥ വന്നിരിക്കുക. എന്താ ഇതൊക്കെ? ഗുരുവേ, 24 സംവത്സരങ്ങൾ കഴിഞ്ഞു. നാഗലോകത്തിന്റെ മകുടമണി നാഗമാണിക്യം ദുഷ്ടന്മാരുടെ കൈകളിൽ എത്തിയിട്ട് 24 സംവത്സരങ്ങൾ കഴിഞ്ഞു. എത്രയും വേഗം നാഗമാണിക്യം നാഗലോകത്തിലേക്ക് തിരികെ വരുമെന്നും നാഗലോകത്തിന്റെ ഐശ്വര്യം പഴയതിനേക്കാളും തിരികെ വരുമെന്നും സ്വപ്നം കണ്ട് ജീവിക്കുകയാണ്. ആ പുണ്യമുള്ള ദിവസത്തിനായി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ഗുരുവേ? മനസ്സിലാവുന്നില്ല നാഗമാത, ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആദിശേഷൻ വിഴുങ്ങേണ്ടിയിരുന്ന നാഗമാണിക്യം ശിവാനി വിഴുങ്ങി തെറ്റാണ് ചെയ്തത്. അവൾ ചെയ്ത തെറ്റ് കാരണം നാഗലോകത്ത് സംഭവിക്കേണ്ട നല്ലതും ചീത്തയും അവൾക്കും, അവൾക്കുണ്ടാവേണ്ട നന്മയും തിന്മയും നമുക്കും സംഭവിച്ചിരിക്കുന്നു. അവൾ തന്നെ ആ കർത്തവ്യം ചെയ്തതിന്റെ പേരിൽ നാഗലോകത്തേക്ക് നാഗരാജന്റെയും നാഗമാണിക്യവുമായിട്ട് വരുമെന്ന വിശ്വാസത്തിൽ ഇത്രയും നാൾ നാം കാത്തിരുന്നു. അപ്പോൾ പിന്നെ ഇനി മുന്നോട്ട് എങ്ങനെയാണ് ഗുരുവേ? 24 സംവത്സരങ്ങളായി കാത്തിരിക്കുന്നു. അവിടെ നാഗലോകത്തിന്റെ പുതുതലമുറ ശിവാനിയുടെ വയറ്റിൽ വളരുന്നുണ്ടെന്നും അവളുടെ വയറ്റിൽ നാഗമാണിക്യമുണ്ടെന്നും ശിവാനി ഇവിടെ വന്ന് നമ്മളോട് പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. നമ്മൾ അതേക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നത് തെറ്റല്ലേ ഗുരുവേ? എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് നാഗമാത. ഇവിടെ നിന്നും പോയതിനു ശേഷം അവൾ കർത്തവ്യം മറന്നുവെന്നാണോ? അതോ ദുഷ്ടശക്തികളുടെ വലയിൽപ്പെട്ട് കർത്തവ്യം താമസമാവുകയാണോ? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല നാഗമാത. ശിവാനി ഗർഭവതിയാണ്. അവൾ ഇങ്ങോട്ട് തിരികെ വന്നില്ലെങ്കിൽ, അതായത് നാഗമാണിക്യം നാഗലോകത്തേക്ക് തിരികെ വരാതിരുന്നാൽ നമ്മുടെ ഈ നാഗലോകത്തിന് ഒരു ഉയർച്ചയും ഉണ്ടാവില്ല. ഗുരുവേ, നാഗലോകത്തിന്റെ നല്ലതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അപായം സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ തന്നെ ആവട്ടെ നാഗമാത. നമ്മുടെ നാഗരാജൻ ആദിശേഷനായിരിക്കട്ടെ. നാഗറാണി ശിവാനിയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ലിത്.
സമസ്ത നാഗലോകത്തെയും ബന്ധപ്പെട്ട കാര്യമാണിത്. എന്തു തന്നെയായാലും നാഗലോകത്തുള്ളവരാണ് നല്ലത്. നല്ലവണ്ണം ആലോചിക്കുക, വേണ്ടത് ചെയ്യുക. ഞാൻ പോയി അന്വേഷിച്ചു വരാം. ഓം നമ ശിവായ.